നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുഃ പ്രചോദയാത്. ശ്രീ വിഷ്ണു സഹസ്രനാമം വന്ദന ശ്ലോകം 12. തമേവ ച അർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. തമേവ ച അർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. ആരാണോ ഭക്തിയോടെ എന്നും ഒരു കുറവും വരാത്ത ചൈതന്യമായ മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളെ കൊണ്ട് അർച്ചിക്കുന്നത്, സ്തുതിക്കുന്നത്, നമസ്കരിക്കുന്നത്, ഇതൊക്കെ ഒരു യജ്ഞമായി ആചരിക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന ആളിനെ യജമാനൻ എന്നാണ് പറയുക. അങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾ മുക്തിയെ പ്രാപിക്കുന്നു. ഭാവാർത്ഥം: ഭക്തിയോടെ എന്ന വാക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഭക്തിയോടെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. സ്തുതിക്കുക, അർച്ചന ചെയ്യുക, നമസ്കരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താലാണ് മുക്തി നേടുക. ഇനി ഈ ഭക്തി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞു പോകുന്നു. പ്രാകൃത ഭക്തിയിലോട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് യജ്ഞവും യാഗവും എല്ലാം ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലെയും സാധനകളായിരുന്നു. ഇന്നത്തെ ഈ കലിയുഗത്ത് നാമസ്മരണയാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും പഴയ കാലത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നാമസ്മരണ ആകുമ്പോൾ യാതൊരു ചെലവുമില്ല. നമ്മുടെ മനസ്സും നാവും മാത്രം മതിയാകും. സമയം പോലും ഒരു പ്രശ്നമല്ല. എന്ത് ചെയ്യുമ്പോഴും നാമം ജപിക്കാം. ചെയ്യുന്ന ജോലി ഈശ്വര പൂജയായി മാറുകയും ചെയ്യും. യാത്ര ചെയ്യുമ്പോഴും പൂ കെട്ടുമ്പോഴും കറിക്കരിയുമ്പോഴും ഒക്കെ നമുക്ക് ജപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നം വെച്ച് നോക്കാൻ പോവുകയും അവരുടെ കുറിപ്പടി പ്രകാരം പൂജ നടത്തി മറ്റൊരാളുടെ മനസ്സ് മാറ്റിയെടുക്കാം എന്നും നമ്മൾ കരുതുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് ഓർക്കുക. നമ്മുടെ സ്നേഹം കൊണ്ടാണ് ഒരാളിന് മാറ്റം വരേണ്ടത്. മാത്രമല്ല, ഒരാൾ നമുക്ക് ദ്രോഹം ചെയ്യുമെന്നും അവർ അത് ചെയ്തു എന്നും ഒക്കെ മനസ്സിനെ വിശ്വസിപ്പിച്ച് നമ്മൾ നമുക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നു. എൻ്റെ ഈശ്വരൻ എനിക്ക് കാവലുണ്ടെങ്കിൽ മറ്റൊരു ശക്തിക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഭക്തൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ചിന്തകളാണ് നമ്മെ നശിപ്പിക്കുന്നതെന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് എപ്പോഴും ഉയർന്ന ചിന്താഗതി സൂക്ഷിക്കണം എന്ന് പറയുന്നത്. യത് ഭാവം തത് ഭവതി. ഇന്ന് കേൾക്കുന്ന മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷി പറഞ്ഞു വച്ചേക്കുന്നു. തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ്ച യജമാനസ്തമേവ ച. ഓം നമോ ഭഗവതേ വാസുദേവായ.